What a shame. Such a theft has happened. Don't you feel ashamed? It is very clear that they are after diamond necklaces. Get me the list of all those who attended that particular dance program. Hello, Rajan. What a surprise. എന്താണ് പതിവില്ലാതെ? വരേണ്ട കാര്യമുണ്ടായി. ഇത് സുമിയുടേതാണോ? ഇതെന്റേതാണല്ലോ. രാജൻ എങ്ങനെ കിട്ടി? അന്നത്തെ പാർട്ടി കഴിഞ്ഞ് പോകുമ്പോൾ കാറിനടുത്തിരുന്ന് കിട്ടി. സുമയുടേതല്ലെങ്കിൽ പോലീസിലേപ്പിക്കാമെന്ന് വിചാരിച്ചു. മോഷണം പോയത് മുതൽ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. വിലപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും വിഷമം തോന്നും. ഹലോ മിസ്റ്റർ രാജൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹൗ ഈസ് മിസ്റ്റർ പണിക്കർ? ഓ, ഈസ് ഫൈൻ സർ. അച്ഛാ, അന്ന് നഷ്ടപ്പെട്ട നെക്ലസ് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് കിട്ടിയത്. ഇത് മിസ്റ്റർ രാജന്റെ കയ്യിൽ തന്നെ കിട്ടിയത് നന്നായി. ഇത് എത്രമാത്രം വിലപിടിപ്പുള്ളതാണെന്ന് അറിയാമോ? കൂടുതൽ വിലപിടിപ്പുള്ള മറ്റൊന്നിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. മനുഷ്യത്വം. ഓക്കെ സർ, ശാലയം വെക്കുമോ? എന്താണ് ഇത്ര ധൃതി? സുമേ, ചായ ഒന്നുമില്ലേ? ഓഫ് കോഴ്സ്. ഇരിക്കൂ. എക്സ്ക്യൂസ് മീ. തമ്പി ഹിയർ. ആര്? സദാശിവം പിള്ളയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എടോ തമ്പി, നമ്മുടെ കുമാറ് ബിസിനസ് മാനേജ്മെന്റ് പരീക്ഷയെല്ലാം പാസ്സായി. ഇനി എന്റെ മദ്രാസ് ഓഫീസിന്റെ ചാർജ് അവനായിരിക്കും. താൻ വേണ്ട സഹായം എല്ലാം അവന് ചെയ്യണം. തീർച്ചയായും അവൻ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചോളൂ, ഞാൻ ശരിപ്പെടുത്താം. പിന്നെ ആരെങ്കിലും വിട്ടിട്ടേ എന്റെ ആ അടയാർ ബംഗ്ലാവ് ഒന്ന് വൃത്തിയാക്കിക്കണം. അവിടെ കുറച്ചു കാലമായിട്ട് ആരും താമസിക്കാറില്ലല്ലോ. അതൊന്നും വേണ്ടടോ, കുമാർ എന്റെ കൂടെ താമസിക്കട്ടെ. അത് വേണ്ട, എനിക്ക് മദ്രാസ് ബംഗ്ലാവില്ലേ. പറഞ്ഞത് കേൾക്കടോ, അവൻ ഇങ്ങോട്ട് വിടും. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ഓക്കെ, ശരി, അങ്ങനെയാവട്ടെ. ആ കുമാർ വരുന്നച്ചാ. ഈ പെണ്ണെന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു അച്ഛാ. നീ അച്ഛനെ കളിയാക്കാണല്ലേ? വിടല്ലേ, നല്ല കിഴി കൊടുക്കണം. അച്ഛാ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇത്ര ഒച്ചത്തിൽ സംസാരിക്കാമെങ്കിൽ പിന്നെ ഫോണിന്റെ ആവശ്യം എന്തിനാ? അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ ശബ്ദം അങ്ങ് മദ്രാസിലെത്തുമല്ലോ. ചേട്ടൻ ഇന്ന് തന്നെ പുറപ്പെടും. കാത്തിരിക്കാൻ അവിടെ ഒരാളുണ്ടല്ലോ. അല്ല, അപ്പൊ നിങ്ങളെല്ലാം കൂടെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോവാന്നോ? അങ്ങനെ പറയരുത് മോനെ. നീ ഞങ്ങളുടെ സ്വന്തം മകനെ പോലെയാണ്. നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ കാണുന്ന ഐശ്വര്യങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് കിട്ടിയത്. എവിടുന്നോ വന്ന എന്നെ നിങ്ങൾ ഈ നിലയിൽ എത്തിച്ചു. ഇപ്പോ അന്തസ്സുള്ളൊരു ജോലി. To welcome somebody in is always a happy event, and to see somebody off is always painful. As the principal of this college, I have only one thing to say now. Once you leave the doors of this institution, you are entering a new phase of life, where you have to guard the good name of this institution, the bright hopes of your parents, and finally, your own good names. Friends, keep your flags flying always. Well, I am very happy to invite Mr. Devi, General Secretary of the College Union, and a dynamic leader, to address you. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സത്യസന്ധമായ ആശയങ്ങളും അഭിപ്രായങ്ങളും പുലർത്തിക്കൊണ്ട് ഈ കലാലയത്തിന്റെ കുടക്കീഴിൽ നമ്മൾ മേയുകയായിരുന്നു. ആദർശങ്ങളുടെ ഏറ്റുമുട്ടലുകൾ നമ്മെ പ്രകമ്പനം കൊള്ളിച്ചപ്പോഴും നമ്മൾ ഒന്നായിരുന്നു, ഒരു ശക്തിയായിരുന്നു. ഇന്ന് നാം വേർപിരിയുന്നു. ജീവിതത്തിന്റെ വൈരുദ്ധ്യം നിറഞ്ഞ മേഖലകളിലേക്ക് നാം യാത്രയാവുകയാണ്. ചിലരുടെ പാതകളിൽ പുഷ്പങ്ങളും പരവതാനികളും വിരിച്ചിരിക്കുന്നു. പക്ഷേ മുള്ളുകളിൽ കൂടെ കടന്നു വരുന്ന ഒരു സുഹൃത്തിനെ കാണുമ്പോൾ മുഖം ധരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമകളാവരുത് നമ്മൾ ആരും. രവിയുടെ പ്രസംഗം മതി. രവി പാടണം, രവി പാടണം, രവി പാടണം, രവി പാടണം, രവി പാടണം.
സഖാവേ നമസ്കാരം. എന്നെ രവി എന്ന് വിളിച്ചാ മതി. അല്ല, കോളേജിലെ റിബൽ ഗ്രൂപ്പിന്റെ നേതാവല്ലേ, അതുകൊണ്ട് വിളിച്ചതാ. സത്യത്തിൽ നിങ്ങളുടെ കൂടെ പാടാൻ വന്നപ്പോ ഞാൻ ആകെ വരണ്ടുപോയി. ഏതായാലും അങ്ങനെയെങ്കിലും സഖാവിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞല്ലോ. ഞാനൊരു നേതാവോ സിനിമാ നടനോ ഒന്നുമല്ല, പിന്നെ എന്തിനാ എന്റെ പുറകെ എങ്ങനെ നടക്കുന്നത്? ആ, സഖാവ് വീട്ടിലേക്കല്ലേ? വരൂ, ഞാനൊരു ലിഫ്റ്റ് തരാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. സഖാവേ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഈ കാർ ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ. എന്റെ കൂടെ കാറി വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി നടക്കും. ശ്ശോ, ഇത് വലിയ ശല്യമായല്ലോ. ശരി ശരി. സഖാവിന് ഇന്നെന്താ ഇത്ര വലിയ ദേഷ്യം? ഡ്രൈവിംഗ് പഠിക്കാനുള്ള മൂഡില്ലേ? അല്ല, ഇനിയിപ്പോ ഡ്രൈവിംഗ് പഠിച്ചിട്ട് എന്താ കാര്യമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ MBBS കാരന് വരെ ജോലിയില്ല, ശരിയല്ലേ? ഭാഗ്യദോഷിയായ എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ അമ്മ എന്തുമാത്രം പാടുപെടും. അമ്മയ്ക്ക് കണ്ണീരല്ലാതെ ഒന്നും തരാൻ എനിക്ക് ഇന്ന് വരെ കഴിഞ്ഞില്ല. അങ്ങനെ പറയരുത് മോനെ. നിന്റെ അച്ഛനും സഹോദരങ്ങളും നഷ്ടപ്പെട്ടപ്പോഴും നീയെങ്കിലും എന്റെ അടുത്തുണ്ടല്ലോ എന്നുള്ള സമാധാനം മാത്രമാണ് എനിക്ക് ആശ്വാസം തന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്ത് പ്രയോജനം? എന്റെ ദുഃഖം ഒരിക്കലും തീരില്ല മോൻ. ഇന്ന് നിന്റെ മാത്രമല്ല, നിങ്ങളുടെ 3 പേരുടെയും പിറന്നാളാണ്. നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് വലിയവരാക്കണമെന്നായിരുന്നു നിന്റെ അച്ഛന്റെ ആഗ്രഹം. അച്ഛന്റെ ആഗ്രഹം ഞാൻ സാധിക്കുമോ? ഈ വർഷം ഞാനൊരു ഡിഗ്രിക്കാരൻ. എനിക്കിനി ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ. മരിക്കുന്നതിന് മുമ്പ് എന്റെ ബാബുവിനെ അപ്പൂനെ എനിക്ക് കാണണം. അമ്മ വിഷമിക്കാതിരിക്കും. അവരെ രണ്ടുപേരെയും ഞാൻ കണ്ടുപിടിക്കും. പീറ്റർ, നാളെ രാവിലെ ബോംബെയിൽ നിന്ന് മിസ്റ്റർ മോഹൻ ഡയമണ്ട് ബോക്സുമായി എയർപോർട്ടിലെത്തും. ഫ്ലവർ ബൊക്കയുമായി രാവിലെ എയർപോർട്ടിലെത്താൻ രാജനോട് പറയണം. ബൊക്കയോ? ആ ബൊക്ക കൊടുത്താൽ മാത്രമേ ഡയമണ്ട് ബോക്സ് നമുക്ക് സ്വന്തമാവുകയുള്ളൂ. Lovely flowers. इंडियन एयरलाइंस की उड़ान IC520 अब ट्रिवांड्रम से आ पहुंची है. Announcing the arrival of Indian Airlines flight Excuse me? 530 from Trivandrum. തിരുവനന്തപുരത്തിലിருந்து ചെന്നൈ വന്ന സേവൻ ഇന്ത്യൻ എയർലൈൻസ് വിമാനം. Hi. ഹലോ. Had a good flight? മാർവലസ്. അല്ല, ബൊക്കെ ആയിട്ടാണ് എന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നത്. താങ്ക് യു. മീറ്റ് മിസ്റ്റർ രാജൻ, എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഹലോ. ഹലോ. ആ, രാജൻ അല്ലേ? ഏത് രാജ്യമാണ് ഭരിക്കുന്നേ? മനോരാജ്യമായിരിക്കും. കേട്ടോ രാജൻ, ഈ കുമാർ നല്ലൊരു സംസാരപ്രിയനാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഞാൻ പോയി ലഗേജ് ഒക്കെ എടുത്തെത്തിക്കാം. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കൂ. താങ്ക് യു. ഈ വാച്ച് അല്പം കോസ്റ്റ്ലി ആണല്ലോ. ആ, ഇത് വൈരമാണല്ലേ? ഇതൊന്നും ഇവിടെ കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ. ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലോ? നിങ്ങളൊരു അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. മൗനത്തിന് ചിലപ്പോൾ വാക്കുകളെക്കാൾ അർത്ഥമുണ്ട്. അതോ വാക്കുകൾക്കും നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്തുക്കളെ പോലെ വില കൂടുതലുള്ളതുകൊണ്ടാണോ? വസ്ത്രങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അല്പ വില കൂടുതലാണ്. ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയും വില കൂടിയ വസ്തുക്കളായിരിക്കും. നൗ വി ആർ കമ്മിങ് ടു ദ പോയിന്റ്. ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത് ആവശ്യക്കാരന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും. യു ആർ റൈറ്റ് മിസ്റ്റർ കുമാർ. ചിലർക്ക് വിലമതിക്കാനാവാത്തത് മറ്റു ചിലർ നിസ്സാരമായി തട്ടിയെടുത്തു വരാം. ദാറ്റ് ഈസ് ബിസിനസ് ടെക്നിക്. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെക്നിക്ക് അറിയാത്തൊരു വ്യാപാരിയാണ്. ലഗേജ് ഒക്കെ കയറ്റി കഴിഞ്ഞു, നമുക്ക് പോവാം. ഞങ്ങൾ വരട്ടെ മിസ്റ്റർ രാജൻ. നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടലിന്റെ ഓർമ്മയ്ക്കായി എന്റെ എളിയ സമ്മാനം സ്വീകരിച്ചാലും. ബൈ. Come on. ബൈ. അച്ഛനും അമ്മയൊക്കെ സുഖമായിരിക്കുന്നു. തൽക്കാലം താവളത്തിലെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് എന്നെ മുന്നോടിയായിട്ട് അയച്ചിരിക്കുക. സൈന്യങ്ങളൊക്കെ പുറകെ എത്തും. സുമി, സേനാനായകന് മുറി കാണിച്ചു കൊടുക്കൂ. റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ താമസിക്കാനോ? Why not? അല്ല,
പോലീസുകാരുമായിട്ടുള്ള സഹവാസം സൂക്ഷിക്കണമെന്നാണ് വെയ്പ്പ്. അത് കള്ളന്മാർ മാത്രം സൂക്ഷിച്ചാ മതി. ആ കുമാർ ഇന്ന് വന്നത് നന്നായി. ഇന്ന് സുമയുടെ ബർത്ത്ഡേ ആണ്. റിയലി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മാഡം. താങ്ക് യു സർ. മുകളിലേക്ക് പ്രവേശിച്ചാലും യെസ്